ഹലോ ഗൈസ്, അപ്പോൾ തുടങ്ങാം. ദിസ് ഈസ് ബുഗ്വേ ചാനൽ. ടോവിനോ തോമസ്, കൈതു ലോഹർ എന്നിവരെ പ്രധാന വേഷത്തിലാക്കി ഡിജോ ജോസ് ആന്റണി ജനഗണമന ഡയറക്ടർ സംവിധാനം ചെയ്ത പുതിയ വിഷു ചലച്ചിത്രമാണ് പള്ളിച്ചട്ടമ്പി. ഞാൻ മുമ്പേ ഇതിൻ്റെ ട്രെയിലറും കാര്യങ്ങളും പറഞ്ഞ പോലെ പക്ക ഔട്ട്ഡേറ്റഡ് പടമാണ് പള്ളിച്ചട്ടമ്പി. പഴയ കാര്യങ്ങൾ, അത് എന്താ പറയുക, ഒരു സിനിമ നമ്മൾ കാണുമ്പോൾ എന്തേലും രീതിയിൽ അത് പഴയ സ്റ്റോറി ആയിരുന്നാലും കൂടെ എൻഗേജിങ് ഉണ്ടാവണം. എങ്കിൽ നമുക്ക് കാണുന്നതിന് എന്തൊരു ത്രില്ലുണ്ട്. അല്ലെങ്കിൽ മേക്കിംഗ് നന്നായിരിക്കണം, അല്ലെങ്കിൽ ആക്ഷൻ നന്നായിരിക്കണം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്ലോട്ട്, ഒരു സ്ക്രീൻ പ്ലേയോ റൈറ്റിങ്ങോ എന്തേലും ഒന്ന് എൻഗേജിങ് ആയിരിക്കണം, അല്ലെങ്കിൽ കണ്ടിരിക്കാൻ തോന്നുന്നു, അല്ലെങ്കിൽ ഒരു ഓക്കേഷായിട്ട് നമുക്ക് കുറച്ച് ഓക്കെ എന്തെങ്കിലും ഒരു ഫീൽ ചെയ്യണം. ബട്ട് ഓവറോൾ എനിക്ക് ആ സിനിമയിൽ ഒന്നും തന്നെ അങ്ങനെ തോന്നിയിട്ടില്ല. എന്തോ കലക്കി വച്ചിരിക്കുന്നു, എന്തോ പഴയ സാഹസവും കമ്മ്യൂണിസവും പഴയ പാർട്ടി കാര്യങ്ങളും കുറേ ഒരു 1950s നടക്കുന്ന ഒരു കാര്യങ്ങളാണ്. ഞാൻ പറഞ്ഞില്ലേ, ആ ഒരു പ്ലോട്ടും അല്ലെങ്കിൽ ആ ഒരു ലൊക്കേഷനും കാര്യങ്ങളും കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായി ഇത് പടം ഒന്നും വർക്ക് ആവാനൊന്നും പോവില്ല, പടം ഇങ്ങനെ തന്നെ ആയിരിക്കും പോകുന്നത്. മൊത്തത്തിൽ പടം എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഒന്നിനും, അതായത് ഞാൻ പറഞ്ഞില്ലേ, ഒരുപാട് അങ്ങ് കളിയാക്കാനുള്ളതുമില്ല, പോയി കാണാനുള്ളതുമില്ല. ഒരു ഓക്കേഷായിട്ട് ഒരു ബിലോ ആവറേജ് സിനിമ പോലെയാണ് എനിക്ക് പള്ളിച്ചട്ടമ്പി പേഴ്സണലി ഫീൽ ചെയ്തത്. നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. നിങ്ങൾ എങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്തേക്ക്. നിങ്ങൾക്ക് പള്ളിച്ചട്ടമ്പി കണ്ടിട്ട് എങ്ങനെയാണ് തോന്നിയെന്ന്. ആൻഡ് കൈതു ലോഹർ എന്തോ എന്ത് സംസാരിക്കുന്നത് എന്തൊന്നും ഒരു പിടിയില്ല, ഡബിങ് വളരെ മോശം, ലിപ്സിംഗ് ഒക്കെ എവിടെയോ പോകുന്നത്, എന്തിനു വേണ്ടിയൊക്കെ കൊണ്ടുവന്ന പോലെ ഒരു നായികയെ പിടിച്ച് നിർത്തി. ആൻഡ് ഫൈറ്റൊക്കെ എന്ത് ഫൈറ്റ് എന്നൊരു പിടിയില്ല. ട്രെയിലറിൽ കണ്ടതുപോലെ ഒന്നുമല്ല, സിനിമയിൽ കാണുമ്പോൾ ഓവറോൾ ഒരു ലോങ് ഫൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നാലും ആ ഒരു ഗൂസ്ബംസും കാര്യങ്ങളും ഒരു എൻഗേജ്മെന്റ് നടത്തുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ പേഴ്സണലി എനിക്കൊന്നും തോന്നിയിട്ടില്ല. ആൻഡ് ഞാൻ പറഞ്ഞില്ലേ, ഈ സിനിമ ഇങ്ങനെ തന്നെ ആയിരിക്കും, ഞാൻ ഇങ്ങനെയൊക്കെ പക്ക പ്രൊഡിക്റ്റബിൾ ആണ്. ഈ സിനിമയിൽ ആ ഡയലോഗ് വരെ പ്രൊഡിക്റ്റബിൾ ആണ്. ഇപ്പം ഇങ്ങനെ പറയുന്നു, അയ്യോ അതുപോലെ പറയും, ഇപ്പം ഇവിടെ ഇങ്ങനെ നടക്കും, അതുപോലെ നടക്കും, പക്ക പ്രൊഡിക്റ്റബിൾ ആണ്. മൊത്തത്തിൽ ഞാൻ നിങ്ങളെ പോയി കാണണമെന്നൊന്നും ഞാൻ തീർച്ചയായിട്ടും റെക്കമെൻഡ് ചെയ്യില്ല. പിന്നെ നിങ്ങൾക്ക് ടൈം പാസ് വേണം, സമയം പോകണമെന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ പോയി കാണാം. വിഷു ഒക്കെ അല്ലേ. എൻ്റെ കയ്യിൽ ഞാൻ നോക്കിയപ്പോൾ എനിക്ക് ഒരു പേഴ്സണലി എന്താണ് നിങ്ങൾക്ക് വേണ്ടി പറയാനൊന്നും എനിക്കൊന്നും തോന്നുന്നില്ല സത്യമായിട്ട്.